നമസ്കാരം. ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. +2 ബാച്ച് അനുവദിച്ചതിലെ അഴിമതി ആരോപണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട ABVP പ്രവർത്തകർ DDE ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ക്ഷേമനിധി സംരക്ഷിക്കുക, മണൽ കരിങ്കൽ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച നിർമ്മാണ തൊഴിലാളി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. ശമ്പള പരിഷ്കരണം യാഥാർത്ഥ്യമാക്കുക, ഇടക്കാല ആശ്വാസം അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള ഗസ്റ്റഡ് ഓഫീസർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. +2 ബാച്ച് അനുവദിച്ചതിലെ അഴിമതി ആരോപണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ABVP പ്രവർത്തകർ DDE ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. കല്ലെറിഞ്ഞ പ്രവർത്തകർക്കു നേരെ പോലീസ് ലാത്തിവീശി. +2 ബാച്ച് അനുവദിച്ചതിലെ അഴിമതി അന്വേഷിക്കുക, വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ABVP പ്രവർത്തകർ DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് DDE ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചു. ഇതിനിടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസ് ലാത്തി വീശിയതോടെ പ്രവർത്തകർ ചിതറിയോടി. തുടർന്ന് പോലീസിന് നേരെ വ്യാപകമായ കല്ലേറുണ്ടായി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ക്ഷേമനിധി സംരക്ഷിക്കുക, മണൽ കരിങ്കൽ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച നിർമ്മാണ തൊഴിലാളി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംയുക്ത സമരസമിതി ജനറൽ കൺവീനർ KV ജോസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമനിധി സംരക്ഷിക്കുക, മണൽ കരിങ്കൽ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലതാമസമില്ലാതെ നൽകുക, പെൻഷൻ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിർമ്മാണ തൊഴിലാളി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. സംയുക്ത സമരസമിതി കൺവീനർ KV ജോസ് ധർണ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ മേഖല പ്രവർത്തനങ്ങൾ സ്തംഭിച്ചാൽ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിക്കുമെന്നും തൊഴിലുറപ്പ് മന്ത്രി തൊഴിലാളികളുടെ വികാരം മനസ്സിലാക്കുന്നില്ലെന്നും ഗവൺമെന്റ് എത്രയും വേഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. തൊഴിലാളി സംഘടനകൾ അവർ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലാതെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് പരിഹാരം കണ്ടെത്തണം. അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഞാനതിന്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. ഏകദേശം 8,000-ഓളം കരിങ്കൽ ചെങ്കൽ കോറികളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. എല്ലാം തന്നെ നിശ്ചലമാണ്. മണലെടുക്കാൻ കഴിയുന്നില്ല, അനുവാദം ലഭിക്കുന്നില്ല, അവിടെ നിശ്ചലമാണ്. അതുപോലെ മറ്റെല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും സാധനങ്ങളുടെ വില വാണം പോലെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പരിഹാരമാകുന്നില്ല. ഈ നിർമ്മാണ മേഖല സ്തംഭിച്ചാൽ തൊഴിലാളികൾക്ക് പണി നഷ്ടപ്പെടും എന്നതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പൊതു സ്ഥിതി മോശമാകും. നമ്മുടെ രാജ്യത്തിന്റെ വ്യവസായ മേഖലയും വാണിജ്യ മേഖലയും തകർന്നു പോകുന്നതിന്റെ ഫലമായിട്ട് PM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KG പങ്കജാക്ഷൻ, മനയത്ത് ചന്ദ്രൻ, അഡ്വക്കേറ്റ് M രാജൻ, റസാഖ്, സൂര്യനാരായണൻ, PT രാജൻ, മുരളി തുടങ്ങിയവർ സംബന്ധിച്ചു. ശമ്പള പരിഷ്കരണം യാഥാർത്ഥ്യമാക്കുക, ഇടക്കാല ആശ്വാസം അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള ഗസ്റ്റഡ് ഓഫീസർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. KGOA സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ KM ദിലീപ് ധർണ ഉദ്ഘാടനം ചെയ്തു. ശമ്പള പരിഷ്കരണം യാഥാർത്ഥ്യമാക്കുക, ഇടക്കാലാശ്വാസം അനുവദിക്കുക, പ്രതികാര നടപടികൾ പിൻവലിക്കുക, നിർവചിക്കപ്പെട്ട പെൻഷൻ എല്ലാ ജീവനക്കാർക്കും ഉറപ്പുവരുത്തുക, സിവിൽ സർവീസിനെ തകർക്കുന്ന നടപടിയിൽ നിന്നും സർക്കാർ പിന്തിരിയുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ ധർണ നടത്തിയത്. KGOA സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ KM ദിലീപ് ധർണ ഉദ്ഘാടനം ചെയ്തു. ശമ്പള പരിഷ്കരണ കമ്മീഷൻ 6 മാസ കാലയളവിൽ ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ലെന്നും കമ്മീഷൻ വീണ്ടും പുനഃസംഘടിപ്പിക്കണമെന്നും ഘടനാപരമായ പരിഷ്കരണമാണ് സിവിൽ സർവീസിൽ വേണ്ടതെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സിവിൽ സർവീസ് മേഖലയിൽ 73-ൽ 78-ൽ അതുപോലെ തന്നെ 85-ൽ 93-ലൊക്കെ വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങളിലൂടെയാണ് സിവിൽ സർവീസിൽ ശമ്പള പരിഷ്കരണം അയ്യഞ്ചാണ്ടുകൾ കൂടുമ്പോൾ നടത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള അനുഭവവേദ്യമാക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ ഇന്നത്തെ പത്രം നമ്മളൊക്കെ വായിച്ചു കാണും. ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ രൂപീകരിക്കപ്പെട്ടുള്ള കമ്മീഷൻ
ആ കമ്മീഷനെ ഇവിടെ രൂപീകരിക്കപ്പെട്ടത് ജീവനക്കാരുടെ മേഖലയിലുള്ള ഉയർന്നു തരത്തിലുള്ള പ്രക്ഷോഭം ഉയർന്നു വരുന്നതിന്റെ ഭാഗമായി, വലിയ തരത്തിലേക്കുള്ള പ്രക്ഷോഭം ഉയർന്നു വരുന്നതിന്റെ ഭാഗമായി 2013 നവംബർ 30 ശമ്പളം പരിഷ്കരിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെ മേഖലയിൽ കമ്മീഷൻ പ്രഖ്യാപിച്ചു. ആ കമ്മീഷന്റെ കാലാവധിയായി നൽകിയത് 6 മാസമായിരുന്നു. 6 മാസം ആ കമ്മീഷന് കാലാവധി നൽകിയപ്പോൾ ആ കമ്മീഷൻ ഒരു പ്രവർത്തനവും നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കഴിഞ്ഞ 6 മാസക്കാലം കൊണ്ട് നമ്മുടെ മുമ്പിലുള്ളത്. KGOA ജില്ലാ പ്രസിഡന്റ് KM തോമസ് അധ്യക്ഷത വഹിച്ചു. MK രാജൻ, KC രാമചന്ദ്രൻ, S സുലൈമാൻ, പവിത്രൻ, സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സംയുക്ത സമരസമിതിയുടെ അനിശ്ചിതകാല പണിമുടക്കിനോടനുബന്ധിച്ച് നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് സ്വീകരണം നൽകി. സംയുക്ത സമരസമിതി കൺവീനർ NA മണിയാണ് ജാഥ ക്യാപ്റ്റൻ. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സപ്ലൈകോ ജീവനക്കാർ ആഗസ്റ്റ് 20 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കും. പണിമുടക്കിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ജാഥയ്ക്ക് നഗരത്തിൽ സ്വീകരണം നൽകി. സപ്ലൈകോയിലെ ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിക്കുക, ജീവനക്കാർക്ക് അർഹമായ പ്രമോഷനും പെൻഷനും നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം. സപ്ലൈകോ എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സംയുക്ത സമരസമിതി കൺവീനറുമായ NA മണിയാണ് ജാഥ ക്യാപ്റ്റൻ. ഡെപ്യൂട്ടേഷൻ സ്റ്റാഫ് തിരിച്ച് പഴയ ലാവണത്തിലേക്ക് പോയാൽ കേരളത്തിൽ സപ്ലൈകോയിൽ തന്നെ അവരുടെ മക്കളടക്കം, ഡെപ്യൂട്ടേഷൻ സ്റ്റാഫിന്റെ മക്കളടക്കം BBA പാസ്സായവർ, MBA കഴിഞ്ഞവർ എല്ലാം പാസ്സായിട്ടുള്ള നിരവധി ചെറുപ്പക്കാർ പണിയില്ലാണ്ട് കിടക്കുന്നുണ്ട്. അവർക്ക് കടന്നു വരാം. PSC വഴി നിയമനം നടത്തിയാൽ അവർക്ക് കടന്നു വന്ന് അവർക്ക് ഈ മേഖലയിൽ തൊഴിൽ തരപ്പെടുത്താം. അങ്ങനെ കഴിയുന്ന ഒരു മേഖല, ഡെപ്യൂട്ടേഷൻ മേഖല ഇന്ന് പൂർണ്ണമായും അവസാനിപ്പിക്കാമെന്നാണ് പറഞ്ഞത്. എഗ്രിമെന്റിന്റെ കോപ്പി വണ്ടിക്കുള്ളിലുണ്ട്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ മന്ത്രി അനൂപ് ജേക്കബായി സംസാരിച്ചുണ്ടാക്കിയിട്ടുള്ള എഗ്രിമെന്റ് കോപ്പി ആദ്യം പറഞ്ഞത് ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. R വിജയകുമാർ, CK അബൂബക്കർ, P രാജു, CK ശൈലേഷ്, KB ഉണ്ണികൃഷ്ണൻ, ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. CC അഗസ്റ്റിൻ അനുസ്മരണം ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ കോച്ച് SS കൈമൾ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CC അഗസ്റ്റിൻ അനുസ്മരണം ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ കോച്ച് SS കൈമൾ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് T സുജൻ അധ്യക്ഷത വഹിച്ചു. KF ജോർജ്, KJ മത്തായി, VK തങ്കച്ചൻ, ജോസ് ജോർജ്, K രാജൻ, VM മോഹനൻ, CC തോമസ് തുടങ്ങിയവർ സംബന്ധിച്ചു. അഗസ്റ്റിൻ മാസ്റ്റർക്ക് ഈ ആക്സിഡന്റ് പറ്റിയതും കൂടി ഞങ്ങളുടെ ഡിസ്ട്രിക്ട് വെറ്ററൻസ് അത്ലറ്റിക് മീറ്റ് കഴിഞ്ഞ ദിവസമാണ്. രാവിലെ മീറ്റൊക്കെ കഴിഞ്ഞ് എന്തിനാണ് അദ്ദേഹം രണ്ടാമതും കോളേജിൽ വൈകുന്നേരം പോയതെന്ന് അറിയില്ല. മറ്റേ തച്ചോടിയോഗത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അംഗം കഴിഞ്ഞിട്ട് രണ്ടാമതും കളരിൽ പോയപ്പോഴാണ് അദ്ദേഹത്തിന് അപകടം പറ്റിയത്. അഗസ്റ്റിൻ മാസ്റ്റർക്കും ഞങ്ങളുടെ വെറ്ററൻസ് അത്ലറ്റിക് മീറ്റ് കഴിഞ്ഞ അന്നാണ് നടന്നത്. പക്ഷേ അതിനുശേഷവും അദ്ദേഹം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അന്ന് കേരളത്തോടുമായുള്ള ബന്ധം ഇന്നും തുടരുന്നുണ്ട്. ഞങ്ങളുടെ മാസ്റ്റേഴ്സ് അത്ലറ്റിക് അസോസിയേഷന്റെ കോഴിക്കോട് വൈസ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം മരിക്കുന്ന സമയത്ത്. ഞങ്ങളുമായിട്ടുള്ള ബന്ധം അങ്ങനെ. കുന്നമംഗലം സ്പോർട്സ് അക്കാദമിയുടെയും ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിന്റെയും ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന ഗോൾഡൻ ബേർഡ്സ് അത്ലറ്റിക്സ് കോച്ചിംഗ് പദ്ധതിക്ക് തുടക്കമായി. കുന്നമംഗലം പ്രദേശത്തെ കായിക താരങ്ങൾക്ക് ദേശീയ അന്തർദേശീയ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വഴിയൊരുക്കുന്ന പ്രത്യേക പരിശീലനമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. PT ഉഷ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുന്നമംഗലം പ്രദേശത്തെ കായിക താരങ്ങളെ സംസ്ഥാന, ദേശീയ, അന്തർദേശീയ കായിക മത്സരങ്ങളിലും ഒളിമ്പിക്സ് വരെയും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കുന്നമംഗലം സ്പോർട്സ് അക്കാദമിയും ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സും സംയുക്തമായി ഗോൾഡൻ ബേർഡ്സ് അത്ലറ്റിക് കോച്ചിംഗ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഉപജില്ലയിലെ എല്ലാ സ്കൂളുകളിൽ നിന്നും 6, 7, 8 ക്ലാസുകളിലെ 25 ആൺകുട്ടികളെയും 25 പെൺകുട്ടികളെയും കായിക പ്രേമികളെയും സർക്കാരിന്റെയും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെയും സഹായത്തോടുകൂടി ആഴ്ചയിൽ 6 ദിവസം കുന്നമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് വിദഗ്ധ പരിശീലനം നൽകും. എല്ലാ മാസം 2 ദിവസം സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി പരിശീലനം നൽകാനും പദ്ധതിയുണ്ട്. പരിപാടി PT ഉഷ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ കാലത്ത് ഒരു ഡെവലപ്മെന്റും ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഞാനൊക്കെ വളർന്നു വന്നത്. എനിക്ക് തോറ്റു കൊടുക്കാൻ ഇഷ്ടമില്ലാത്ത എൻ്റെ മനസ്സും എനിക്ക് നല്ലൊരു ഗുരുവിനെ കിട്ടിയത് കൊണ്ടും എനിക്ക് വളരെ ബാക്കിംഗ് ആയി നല്ല ഫുൾ സപ്പോർട്ടുള്ള എൻ്റെ കുടുംബവും ആണ് എനിക്ക് ഇത്രയൊക്കെ എനിക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചത്. ഉഷാ സ്കൂളിന്റെ സഹകരണത്തോടു കൂടി ഇവിടെ നിങ്ങൾ ഇത് തുടങ്ങുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ ആയിരിക്കണം. കാരണം ഈ അത്ലറ്റിക്സ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, ഒരുപാട് ബുദ്ധിമുട്ടുള്ളതാണ്, ഒരുപാട് വർക്ക് ചെയ്യേണ്ടതാണ്. അത്ലറ്റിക്സ് ഓട്ടം പഠിപ്പിക്കുന്ന ആൾക്ക് അതിനേക്കാൾ ഏറെ ബുദ്ധിമുട്ടുകളുണ്ട്.
ആ ഓടുന്നതിനേക്കാളും ഓട്ടം പഠിപ്പിക്കുന്നതിനേക്കാളും അത് നടത്തിക്കൊണ്ടുപോകാനായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. ഒരു ആവേശത്തിൽ തുടങ്ങിയ ഒന്നാവരുത് ഇത്. നാഷണൽ ഗെയിംസ് ഓർഗനൈസിംഗ് സെക്രട്ടറി പി എ ഹംസ മുഖ്യ അതിഥിയായിരുന്നു. ചടങ്ങിൽ അഡ്വക്കേറ്റ് പി ടി എ റഹീം MLA പി ടി എ ഉഷയ്ക്ക് ഉപഹാര സമർപ്പണം നടത്തി. ഒളിമ്പിക് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി പി എ ഹംസയ്ക്ക് കുന്ദമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP അശോകൻ ഉപഹാരം സമർപ്പിച്ചു. സ്വാഗത സംഘം ചെയർമാൻ KP വസന്തരാജൻ അധ്യക്ഷത വഹിച്ചു. മനയത്ത് ചന്ദ്രൻ, KT മത്തായി, KP ഷീബ, PC അബ്ദുൽ കരീം, KP കോയ, TK സീനത്ത്, വിനോദ് പടനിലം, MP കേളുക്കുട്ടി, MK മോഹൻദാസ് തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ശരത് ചന്ദ്ര മറാഠെ അനുസ്മരണം നടന്നു. സ്പോർട്സ് കൌൺസിൽ ഹാളിൽ ആണ് പരിപാടി നടന്നത്. ഹിന്ദുസ്ഥാനി സംഗീതത്തിന് അതുല്യ സംഭാവനകൾ നൽകിയ പ്രശസ്ത സംഗീത ഗുരു ശരത് ചന്ദ്ര മറാഠെ. സംഗീതം സമർപ്പണമായി തിരിച്ചറിഞ്ഞ കലാകാരനായിരുന്നു അദ്ദേഹം. ജീവിതം സംഗീതത്തിനു വേണ്ടി സമർപ്പിച്ചയാൾ. പ്രവാസിയായി വന്ന മലയാളികളുടെ പ്രിയ ഗായകനായി മാറിയ മറാഠെ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 1 വർഷമാകുമ്പോഴും മലയാളികളുടെ മനസ്സിൽ എന്നും ഇദ്ദേഹത്തിനൊരു ഇടമുണ്ട്. മൊഴി കോഴിക്കോട് കലാസാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലാണ് ശരത് ചന്ദ്ര മറാഠെ അനുസ്മരണം സംഘടിപ്പിച്ചത്. മറാഠയുടെ പ്രഥമ ശിഷ്യൻ അനിൽദാസിന്റെയും ജോയേഷ് ചക്രവർത്തിയുടെയും ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി അരങ്ങേറി. എ പ്രദീപ്കുമാർ MLA അധ്യക്ഷത വഹിച്ചു. മനീഷ മറാഠയെ കളക്ടർ CA ലത ആദരിച്ചു. PK സോമൻ, ഷാജി MP, ഷെൽവരാജ് PS, അനിൽദാസ്, ഡോക്ടർ ശശിധരൻ, വിനീഷ് വിദ്യാധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഭാഗമായി ഗ്ലോബൽ ഇസ്ലാമിക് മീറ്റ് ഓഗസ്റ്റ് 9 ഹോട്ടൽ സ്പാനിൽ നടക്കും. ET മുഹമ്മദ് ബഷീർ MP മീറ്റ് ഉദ്ഘാടനം നിർവഹിക്കും. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഭാഗമായി ഗ്ലോബൽ ഇസ്ലാഹി മീറ്റാണ് ഓഗസ്റ്റ് 9 ഹോട്ടൽ സ്പാനിൽ നടക്കുക. പ്രവാസി റിക്രൂട്ടിംഗ് രംഗത്തെ ചൂഷണങ്ങൾ, യാത്രാനിരക്കിലെ അപാകതകൾ, തൊഴിൽ മേഖലയിലെ ചൂഷണങ്ങൾ തുടങ്ങിയ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും അവയുടെ പരിഹാര മാർഗ്ഗങ്ങളും മീറ്റ് മുന്നോട്ട് വയ്ക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ET മുഹമ്മദ് ബഷീർ MP ഇസ്ലാഹി മീറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വിദ്യാഭ്യാസം, സാമൂഹികം, കുടുംബം തുടങ്ങിയ വ്യത്യസ്തമായ മേഖലകളെ പഠന വിധേയമാക്കുന്ന ഒരു ദിവസത്തെ പ്രോഗ്രാം കുട്ടികൾക്കും സ്ത്രീകൾക്കും വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ പ്രത്യേകമായി ക്രമീകരിച്ചിട്ടുണ്ട്. പരിപാടിയുടെ ഉദ്ഘാടനം ET മുഹമ്മദ് ബഷീർ MP ആണ് നിർവഹിക്കുക. ISM-ഉം കുവൈത്ത് കേരള ഇസ്ലാഹി സെന്ററും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയുണ്ട്. അതിന്റെ ഈ വർഷത്തെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാന്യനായ കോഴിക്കോട് MP MK രാഘവൻ അവരാണ് നിർവഹിക്കുന്നത്. ബാർ കൌൺസിൽ ഓഫ് കേരളയുടെ ആഭിമുഖ്യത്തിൽ വനിതാ അഭിഭാഷകരുടെ ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 9, 10 തീയതികളിൽ വെള്ളിമാടുകുന്ന് PMOC ഹാളിൽ നടക്കുന്ന ക്യാമ്പിൽ സംസ്ഥാനത്തു നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 200ഓളം വനിതാ അഭിഭാഷകർ പങ്കെടുക്കും. ബാർ കൌൺസിൽ ഓഫ് കേരളയുടെ നേതൃത്വത്തിലാണ് ഈ മാസം 9, 10 ദിവസങ്ങളിലായി വനിതാ അഭിഭാഷകരുടെ ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. വെള്ളിമാടുകുന്ന് PMOCയിൽ നടക്കുന്ന ക്യാമ്പിൽ സംസ്ഥാനത്തു നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 200ഓളം വനിതാ അഭിഭാഷകർ പങ്കെടുക്കും. ക്യാമ്പിന്റെ ഭാഗമായി മാറുന്ന സമൂഹത്തിൽ വനിതാ അഭിഭാഷകരുടെ പങ്കെന്ന വിഷയത്തിൽ ഓപ്പൺ ഫോറം നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം ഹൈക്കോടതി ജഡ്ജി ഉബൈദ് നിർവഹിക്കും. വനിതാ വ്യക്തിത്വങ്ങൾ മാത്രം പങ്കെടുക്കുന്ന പരിപാടിയാണ്. കോഴിക്കോട് മാത്രമാണ് മേയറും കളക്ടറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ കോഴിക്കോട് ജില്ലയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ജില്ല കേരളത്തിൽ മറ്റെവിടെയുമില്ല. അത് കോഴിക്കോടാണ്. മാത്രമല്ല കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവും കോഴിക്കോട് പങ്കെടുക്കുന്ന പരിപാടിയാണ്. ഇതോടൊപ്പം തന്നെ ഒറ്റ പരിപാടി കൂടി ഞാനിതിൽ പ്രോഗ്രാം നോട്ടീസിൽ ഇല്ലാത്തൊരു കാര്യം, സീനിയർ 50 വർഷത്തിലേറെ അഭിഭാഷകയായി കഴിവ് തെളിയിച്ചിട്ടുള്ള ലീലാവതിയെ ഇവരുടെ ചായകയാണ്. പൊതുപ്രവർത്തനത്തിൽ സജീവമായ തനിക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്താനും കള്ളക്കേസ് നൽകി അപകീർത്തിപ്പെടുത്താനുമാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ മെമ്പർ നൂർബിന റഷീദ് ശ്രമിക്കുന്നതെന്ന് ചക്കോരത്തുകുളം സ്വദേശിനി സുലേഖ അഷ്റഫ്. വിവിധ കുടുംബ പ്രശ്നങ്ങളിൽ താൻ ഇടപെട്ടതിന്റെ പേരിൽ തന്നെ വ്യാജ പൊതുപ്രവർത്തകയായി ചിത്രീകരിക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്നും അവർ ആരോപിച്ചു.
പൊതുപ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ തന്നെ വ്യാജ പൊതുപ്രവർത്തകയായി ചിത്രീകരിക്കാനും തനിക്കെതിരെ കള്ളക്കേസുകൾ നൽകുന്ന നിലപാടുമാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം നൂർബിന റഷീദ് ശ്രമിക്കുന്നതെന്ന ആരോപണവുമായി ചക്കോരത്തുകുളം സ്വദേശിനി സുലേഖ അഷ്റഫാണ് രംഗത്തെത്തിയത്. വിവിധ സ്ഥലങ്ങളിൽ സ്ത്രീകൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ താൻ ശ്രമിച്ചിട്ടുണ്ടെന്നും തന്നെ കള്ളക്കേസിൽ കൊടുക്കാനാണ് വനിതാ കമ്മീഷൻ അംഗം ശ്രമിക്കുന്നതെന്നും ഇവർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. വനിതാ കമ്മീഷൻ മെമ്പർ എന്ന നിലയിൽ അഡ്വക്കേറ്റ് നൂർബീനയ്ക്ക് തെളിയിക്കാൻ കഴിയാത്ത പല സ്ത്രീ പ്രശ്നങ്ങളും അധികാരമോ പണമോ ഒന്നും ആവശ്യമില്ലാതെ ഞാനും എന്റെ സഹപ്രവർത്തകരായ ആളുകളിൽ ചേർന്ന് പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കുന്നു എന്നതാണ് അഡ്വക്കേറ്റ് നൂർബീന റഷീദിന്റെ പ്രശ്നം. അതിന് അവർ അധികാരം ഉപയോഗിക്കുകയും ഞാനൊരു വ്യാജ പൊതുപ്രവർത്തകയാണെന്ന് പ്രചരിപ്പിക്കുകയുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതുതായി ഉണ്ടായ 1-2 കള്ള കേസുകളാണ് എനിക്ക് നിങ്ങളുടെ മുൻപാകെ ബോധിപ്പിക്കാനുള്ളത്. സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ദയാബായിയുമായി മുഖാമുഖം നടത്തി. നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പ്രമുഖ ആദിവാസി ദളിത് പരിസ്ഥിതി പ്രവർത്തകയായ ദയാബായിയുമായി മുഖാമുഖം നടത്തിയത്. സ്കൂളുകൾ വേണ്ട എന്ന് പറഞ്ഞ ആദിവാസികൾക്കിടയിൽ നിരവധി ത്യാഗങ്ങൾ സഹിച്ച് താൻ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ദയാബായി പറഞ്ഞു. അത് കഴിഞ്ഞ് അന്ന് ഞാൻ ഒരാള് സ്കൂട്ടർ എടുക്കാനായിട്ട് വന്നപ്പോൾ ഒരു ചെറിയ ലെറ്റർ എഴുതി എന്നെ എപ്പോഴും സഹായിക്കുന്ന കുറെ യുവാക്കളുണ്ട് 10 കിലോമീറ്റർ ദൂരെ. അവർക്കൊരു കുറിപ്പ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്നെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യണമെങ്കിൽ ഇപ്പോൾ വാ, ടുമോറോ വിൽ ബി ടു ലേറ്റ്. അവർ രാത്രി 9:10 മണിയായപ്പോഴത്തേക്കും ബൈക്കിൽ ഇങ്ങോട്ട് വന്നു. 50ഓളം വിദ്യാർത്ഥികളാണ് മുഖാമുഖത്തിൽ പങ്കെടുത്തത്. AR ലിയനാർഡ്, ഫാദർ മാത്യു പുല്ലാട്ട്, CT ലൂയിസ്, മുഹമ്മദ് റസൽ തുടങ്ങിയവർ സംബന്ധിച്ചു. KV കോയസൻ കോയ മെമ്മോറിയൽ സ്നൂക്കർ ടൂർണമെന്റിന് ബീച്ച് കോസ്മോപൊളിറ്റൻ ക്ലബിൽ തുടക്കമായി. ദേശീയ ചാമ്പ്യന്മാരടക്കമുള്ളവർ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. ദ കാലിക്കറ്റ് കോസ്മോപൊളിറ്റൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് KV കോയസൻ കോയ മെമ്മോറിയൽ ഓപ്പൺ ഇൻവിറ്റേഷൻ സ്നൂക്കർ ടൂർണമെന്റ് ആരംഭിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ വിവിധയിടങ്ങളിൽ നിന്നുള്ള 64ഓളം പേരാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. KV കോയസൻ കോയ ബിച്ചിക്ക എന്ന് ഞങ്ങൾ വിളിക്കും. അങ്ങനെ വളരെ നല്ലൊരു പ്ലെയർ ആയിരുന്നു, സ്റ്റേറ്റ് പ്ലെയർ ആയിരുന്നു. അങ്ങനെ കാരണമായിരുന്നു നമ്മുടെ ക്ലബിൻ്റെ ഈ റൂം വളരെ സജീവമായി നിന്നുകൊണ്ടിരുന്നത്. അപ്പം ഈ ടൂർണമെൻറ്റ് നടത്തുന്നത് അങ്ങനെ ഇതിന് വേണ്ടിയിട്ടാണ്. ഇത് 4ാമത്തെ തവണയായി ടൂർണമെൻറ്റ് നടത്തുന്നത്. ഇറ്റ്സ് എൻ ഓപ്പൺ ഇൻവിറ്റേഷൻ ടൂർണമെൻറ്റ്. നമ്മുടെ മറ്റേ പല ക്ലബ്സിലേക്കും പല അസോസിയേഷൻസിന് ഇൻവിറ്റേഷൻ അയച്ചിട്ട് പ്ലെയേഴ്സ് വരുന്നതാണ്. ഇത്തവണ 64 പ്ലെയേഴ്സിൻ്റെ ആണ് രജിസ്ട്രേഷൻ കിട്ടിയിരിക്കുന്നത്. കൂടുതലുണ്ടായിരുന്നു, പക്ഷേ സമയപരിധി കാരണം 64 നിർത്തിയിരിക്കുകയായിരുന്നു. ടൂർണമെന്റ് ഈ മാസം 10 വരെ നീണ്ടു നിൽക്കും. കേരള ഐഡിയൽ എഡ്യൂക്കേഷൻ ഏർപ്പെടുത്തിയ 3ാമത് സ്റ്റേറ്റ് എക്സലൻസ് അവാർഡിന് മുൻ മന്ത്രി M കമലവും ന്യൂസ് കേരള പത്രാധിപർ നിസാർ ഒളവണ്ണയും അർഹനായി. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. ഓഗസ്റ്റ് 16-ന് ടൗൺ ഹാളിൽ അവാർഡ് സമർപ്പണം നടക്കും. ഡയറക്ടറേറ്റ് ഓഫ് ഐഡിയൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള ഐഡിയൽ എഡ്യൂക്കേഷണൽ സൊസൈറ്റി ഏർപ്പെടുത്തിയ 3ാമത് സ്റ്റേറ്റ് എക്സലൻസ് അവാർഡിനാണ് മുൻ സഹകരണ വകുപ്പ് മന്ത്രി M കമലവും ന്യൂസ് കേരള പത്രാധിപർ നിസാർ ഒളവണ്ണയും അർഹരായിരിക്കുന്നത്. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. ഓഗസ്റ്റ് 16-ന് KIAC സിൽവർ ജൂബിലി ആഘോഷവേളയിൽ ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാർ അവാർഡ് സമർപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഈ വർഷത്തെ നമ്മുടെ അവാർഡ് ദാനം കോഴിക്കോട് ടൗൺ ഹാളിൽ ഓഗസ്റ്റ് 16-ന് രാവിലെ 10:30 ബഹുമാന്യനായ നമ്മുടെ മന്ത്രി അനിൽകുമാർ സാറാണ് നിർവഹിക്കുന്നത്. ടൂറിസം മന്ത്രി. ചടങ്ങിൽ കോഴിക്കോട് MP NK രാഘവൻ, പ്രദീപ് കുമാർ MLA, അതോടൊപ്പം തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് പത്മ അടക്കമുള്ള പ്രമുഖ വിദ്യാഭ്യാസ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ളവരൊക്കെ ഇതിന് പങ്കെടുക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മുടെ ഡയറക്ടറേറ്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സിൽവർ ജൂബിലിയുടെ ഒരു ഉദ്ഘാടന പരിപാടിയും നൽകുന്നുണ്ട്. BEM ഗേൾസ് LP സ്കൂളിൽ ഈദുൽ ഫിത്തർ സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചു. വാർഡ് കൌൺസിലർ P കിഷൻ ചന്ദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. BEM ഗേൾസ് LP സ്കൂളിൽ ഈദുൽ ഫിത്തർ സ്നേഹവിരുന്ന് നടന്നു. വാർഡ് കൌൺസിലർ P കിഷൻ ചന്ദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈദുൽ ഫിത്തർ സ്നേഹവിരുന്നുമായി ബന്ധപ്പെടുന്ന ഒരു ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുന്നു. ഈ ചടങ്ങ് സംഘടിപ്പിച്ച
BM-LP സ്കൂളിലെ HSS-ഉം അതിൻ്റെ PTA-യും ഞാൻ ആദ്യമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഒരുപാട് ആഘോഷങ്ങൾ സ്കൂൾ തലത്തിൽ മത്സരങ്ങളടക്കം നടക്കാറുണ്ടെങ്കിലും പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇത്തരമൊരു ചടങ്ങ്, മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ചടങ്ങ് ഈ സ്കൂളിൽ സംഘടിപ്പിച്ചത് ഏതായാലും മറ്റു സ്കൂളുകൾക്ക് ഒരു മാതൃകയായി മാറട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കുന്നത്. സയ്യിദ് ഹാമിദ് അൻവർ അഹ്ദൻ ഈദ് സന്ദേശം നൽകി. ഹെഡ് മിസ്ട്രസ് ലിനറ്റ് ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ചന്ദ്രൻ, അസൻ കുഞ്ഞി, ആഷിഫ്, സിസിലി ജോൺ, വത്സല ജോൺ, പീറ്റർ ദേവദാസ്, അനിത ഹാരിസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. +2 ബാച്ച് അനുവദിച്ചതിലെ അഴിമതി ആരോപണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട ABVP പ്രവർത്തകർ DDE ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ക്ഷേമനിധി സംരക്ഷിക്കുക, മണൽ കരിങ്കൽ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച നിർമ്മാണ തൊഴിലാളി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. ശമ്പള പരിഷ്കരണം യാഥാർത്ഥ്യമാക്കുക, ഇടക്കാല ആശ്വാസം അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള ഗസ്റ്റഡ് ഓഫീസർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.